ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്കായിരുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ഇവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ തഞ്ചാവൂർ യാത്രയുടെ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നതും ഈ ബൃഹദേശ്വര ക്ഷേത്രം സന്ദർശിക്കുക എന്ന് തന്നെയായിരുന്നു. പാലസിൽ നിന്ന് ഏകദേശം 100 രൂപ ഓട്ടോ കൂലി കൊടുത്തിട്ടാണ് നമ്മൾ ഈ ബൃഹദേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുള്ളത്. വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പാലസിൽ നിന്ന് വലിയ ലോങ് ഒന്നും ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ ബൃഹദേശ്വര ക്ഷേത്രത്തിലെത്തി. ദക്ഷിണേന്ത്യയിൽ ചരിത്രപരമായും സംസ്കാരപരമായും വിസ്മയകരമാക്കുന്ന ഒരു ക്ഷേത്രമാണ് പെരിയ കോവിൽ അഥവാ ബൃഹദേശ്വര ക്ഷേത്രം. പുറമെ നിന്നുള്ള വീക്ഷണത്തിൽ തന്നെ അമ്പരപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പുറമെ പാദരക്ഷകൾ സൂക്ഷിക്കുന്ന ഒരിടമുണ്ട്. അവിടെ പാദരക്ഷകൾ ഏൽപ്പിച്ച ശേഷം മാത്രം വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. അങ്ങനെ 2ാം കവാടവും കടന്ന് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാഴ്ച അത്ഭുതകരം തന്നെ. കൊത്തുപണികൾ കൊണ്ട് സമ്പന്നമായിരിക്കുന്നു. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു. അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതുതന്നെയായിരുന്നു. അമ്പരചുംബിയായി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട്. ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. AD 985 തുടങ്ങി 1013 നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചത്. വിസ്തരിച്ചു കിടക്കുന്ന ഈ ക്ഷേത്രമുറ്റം ഇപ്പോൾ ചുട്ടുപഴുത്തിരിക്കുകയാണ്. സമയം ഏകദേശം 2 മണി 3 മണിയുടെ ഇടയിൽ. നടപ്പാതയ്ക്കായി ചുറ്റും പരവതാനി വിരിച്ചിട്ടുണ്ട്. അതിലൂടെ വേണം സഞ്ചരിക്കാനായിട്ട്. പണ്ട് ക്ഷേത്ര ദർശനത്തിന് എത്തുന്നവർക്കുള്ള വിശ്രമ കേന്ദ്രമായാണ് വിശാലമായ കൽത്തൂണുകൾ സൃഷ്ടിച്ചിരിക്കുന്ന ഈ ചുറ്റമ്പലം. നർത്തകിമാരും ഗായകരുമെല്ലാം ഓടി നടന്നിരുന്ന വീഥികൾ കൂടിയാണിത്. ക്ഷേത്രത്തിലെ കീർത്തന ആലാപനത്തിനു വേണ്ടി മാത്രം 50 ഗായകരെ ഏർപ്പാടാക്കിയിരുന്നു. അവിടുത്തെ നൃത്തമണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായി 400 നർത്തകിമാരും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നതിനായി 100 വാദ്യകലാകാരന്മാരും ഉണ്ടായിരുന്നു. അവർക്കൊക്കെ താമസ സൗകര്യവും നൽകിയിരുന്നു. അവരുടെയും വിശ്രമ കേന്ദ്രം കൂടിയായിരുന്നു ഈ ചുറ്റമ്പലം കേട്ടോ. വിശാലമായി നീണ്ടുകിടക്കുന്ന ഇതിലൂടെ നടക്കുമ്പോൾ പുറത്തെ കൊടും ചൂടിൽ നിന്ന് ഒരു ആശ്വാസം തോന്നി ഞങ്ങൾക്ക്. നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. ഒരുപാട് പേര് ഇവിടെ വിശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവൻ തന്നെയാണ്. പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പല വലിപ്പത്തിലുള്ള 108 ശിവലിംഗങ്ങൾ ചുറ്റമ്പലത്തിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രച്ചുവരുകളിൽ തമിഴിലും ഗ്രന്ഥലിപികളിലും നിരവധി ലിഖിതങ്ങളുണ്ട്. ഇവയിൽ പലതും സംസ്കൃതത്തിലും തമിഴിലുമാണ് ഉള്ളത്. പരമ്പരാഗതമായി ഇത് അംഗീകരിച്ച രാജാവിനെ കുറിച്ചുള്ള ചരിത്രപരമായ ആമുഖത്തോടെയാണ് ഇത് ആരംഭിക്കുന്നത്. അവയിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിനോ ക്ഷേത്ര ജീവനക്കാർക്കോ നൽകുന്ന സമ്മാനങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. രാജരാജ ചോഴൻ പണി കഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന് രാജരാജേശ്വരൻ എന്നും ക്ഷേത്രത്തിന് രാജരാജേശ്വര ക്ഷേത്രം എന്നും പേര് ലഭിച്ചു. പെരുവിടയർ കോവിൽ എന്നും വിശേഷണം ഈ ക്ഷേത്രത്തിന് ഉണ്ടായിരുന്നു. ശിവന്റെ ഒരു നാമമാണ് ആവടയാർ എന്നത്. ചോഴ ഭരണകാലത്താണ് ഈ പേരുകൾ നിലനിന്നിരുന്നത്. അടുത്തതായി നമ്മൾ കാണുന്നത് നന്ദി മണ്ഡപമാണത്. കൂറ്റൻ ഒറ്റക്കല്ലിൽ തീർത്ത പ്രതിമ. ലോകത്തിലെ ഏറ്റവും വലിയ ഏകശിലാ പ്രതിമകളിൽ ഒന്നാണിത്. ഏകദേശം 25 ടൺ ഭാരവും 16 അടി നീളവും 13 അടി ഉയരവുമുള്ള ഈ ശില്പം ഭാരതീയ ശില്പകലയുടെ വിസ്മയം തന്നെയാണ്. ശിവനും നന്ദിയും തമ്മിലുള്ള പവിത്രമായ ബന്ധം നമ്മൾ പുരാണങ്ങളിൽ കണ്ടറിഞ്ഞതാണ്. നന്ദി വളർന്നപ്പോൾ അദ്ദേഹം ശിവന്റെ ഒരു ഉറച്ച ഭക്തനായി. അദ്ദേഹത്തിൻ്റെ ഭക്തി വളരെ തീവ്രമായിരുന്നു. ഒടുവിൽ ശിവൻ അദ്ദേഹത്തെ ഒരു വാഹനമായി സ്വീകരിച്ചു. നന്ദിയെ വിശുദ്ധി, നീതി, ജ്ഞാനം, ശക്തി എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഹിന്ദു വിശ്വാസം അനുസരിച്ച് ശിവൻ കുടുംബത്തോടൊപ്പം താമസിക്കുന്ന കൈലാസത്തിൻ്റെ ദ്വാരപാലകനാണ് നന്ദി. ക്ഷേത്രത്തിന് മുന്നിലുള്ള നന്ദിയുടെ സ്ഥാനം ധ്യാനാവസ്ഥയാണ് കാണിക്കുന്നത്. ഇത് നിത്യഭക്തിയും അച്ചടക്കവും പ്രതിനിധീകരിക്കുന്നുണ്ട്. ഈ ക്ഷേത്ര ദർശനത്തിൽ നന്ദി പ്രതിമ ശ്രദ്ധേയമാവുന്നതും ഇവർ തമ്മിലുള്ള ബന്ധത്തെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. ശിവന്റെ ശ്രീകോവിലിന് അഭിമുഖമായി സ്ഥാപിച്ച പ്രതിമ
നന്ദിയുടെ ചെവിയിൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ മന്ത്രിക്കുന്നത് അവരുടെ പ്രാർത്ഥനകൾ നേരിട്ട് ശിവനിൽ എത്തിച്ചേരുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. അങ്ങനെ പ്രധാന ക്ഷേത്രഭാഗങ്ങളെല്ലാം കണ്ട് തിരിച്ചിറങ്ങുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടായിട്ടും ഇന്നും ഇത്ര മനോഹരമായിരിക്കാൻ ബൃഹദീശ്വര ക്ഷേത്രത്തിന് സാധിക്കുന്നു എന്നതാണ്. ഏറ്റവും കാലം നിന്ന ചോള നിർമ്മിതി എന്നതിനാലാണ് ക്ഷേത്രം ഇത്രയും വിശേഷമാകുന്നത്. യുനെസ്കോ തന്നെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഇതുകൊണ്ട് തന്നെയാണ്. 17-19 നൂറ്റാണ്ടിലെ മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹദീശ്വരം എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹിമയും ചോള രാജവംശത്തിൻ്റെ കലാപാരമ്പര്യവും തെളിയിക്കുന്ന സ്മാരകം കൂടിയാണ് ഈ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളും ചരിത്ര പഠിതാക്കളും കലാപ്രേമികളും ഇവിടേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടത്. ഇവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള ബസ് കിട്ടും. ഏകദേശം 13 രൂപയെങ്ങാണ്ട് ടിക്കറ്റ് നിരക്ക് വരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡ് ഇറങ്ങി കേട്ടോ. ഇത് ഓൾഡ് ബസ് സ്റ്റാൻഡാണ്. ഇവിടെയാണ് ബസ് വന്ന് നിർത്തുന്നത്. അങ്ങനെ ഇവിടെ ഇറങ്ങി നെക്സ്റ്റ് നമുക്ക് ഫുഡ് കഴിക്കണം. ഗൂഗിളിലൊക്കെ റിവ്യൂ നോക്കിയ സമയത്ത് ബാർബിക്യൂന് അത്യാവശ്യം അടിപൊളിയാണെന്നാണ് കണ്ടത്. അങ്ങനെയാണ് ബാർബിക്യൂനിൽ എത്തുന്നത്. അറിയില്ല ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ. നമ്മൾ കാലിക്കറ്റ് നിന്ന് വരുന്നത് കൊണ്ട് നല്ല അടിപൊളി ഫുഡ് കഴിച്ച് വരുന്നത് കൊണ്ട് വലിയ ടേസ്റ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്നാലും പോയി നോക്കാം. ഇലയിലാണ് ഭക്ഷണം തരുന്നത് കേട്ടോ. നമ്മൾ പെരി പെരി അൽഫാമും അതുപോലെ തന്നെ നോർമൽ നാന്, ബട്ടർ നാന്, വീറ്റ് പൊറോട്ടയ്ക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡ് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ഓവർ എക്സ്പെക്റ്റേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ അത്യാവശ്യം നല്ല വാല്യൂ ആയിട്ടുണ്ട് കേട്ടോ. വിലയ്ക്കനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പുതിയ സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പുതിയ ബസ് സ്റ്റാൻഡ്. നമ്മുടെ ബസ്സൊക്കെ നിർത്തിയ സ്ഥലത്താണ്. ഇനി കുറേ നേരം നമ്മൾ കാത്തിരിക്കണം നമ്മുടെ ബസ് വരാനായിട്ട്. ഇപ്പം ഏകദേശം 7 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. നമ്മുടെ ബസ് വരുന്നത് 11:45 ബുക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കുറേ നേരം കൂടെ പോസ്റ്റ് അടിച്ചിരിക്കണം. ഇനി അടുത്ത് വേറെ ഒന്നും കാണാനും ഇല്ല. അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. എനിക്ക് സ്കൈ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അതും നൈറ്റ് സ്കൈ നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ ഞാനിങ്ങനെ ചെറുപ്പത്തിൽ പറയുന്ന പോലെ അമ്പിളിമാമൻ ഇങ്ങനെ കുറേ നേരം നോക്കിയിരിക്കുന്ന സമയത്താണ് ചന്ദ്രൻ മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ച് പോകുന്നൊരു കാഴ്ച. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം കുറേ നേരം മുഷിഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് നേരം ഇത് നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി കേട്ടോ. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മളെ ബസ് വന്നു കേട്ടോ. പറഞ്ഞ സമയത്തല്ല വന്നത്. ഏകദേശം 1 മണി എങ്ങാണ്ട് ആയിട്ടുണ്ട് വരുന്ന സമയത്ത്. നമ്മൾ കാത്തിരുന്ന് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. ബസ് വരുമെന്ന് പോലും നമുക്ക് സംശയം ഉണ്ടായിരുന്നു. ബസ് വന്നപ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നി കേട്ടോ. നമ്മൾ ബസ് കയറി നമ്മൾ അപ്പർ ബർത്തായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം ഒരു 11:30 കൂടിയിട്ട് നമ്മൾ കാലിക്കറ്റ് പുതിയ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയായിരുന്നു. കാരണം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ തൊട്ടടുത്തുള്ള ഉത്സവം റെസ്റ്റോറൻറ്റിലായിരുന്നു ഫുഡ് കഴിക്കാൻ കയറിയത്. നമ്മൾ മൈസൂർ മസാല ദോശ, അതുപോലെ തന്നെ ബാറ്റ, ഭട്ടൂര്, 2 മധുരം കുറച്ച് ചായ ഇതായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ രക്ഷയില്ല. അത്ര അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ഈ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ഈ അടിപൊളി ഭക്ഷണം കഴിച്ചപ്പോൾ മനസ്സും ഭയങ്കര നിറഞ്ഞ പോലൊരു ഫീല്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ തഞ്ചാവൂർ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ.